കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ആൾ എന്നെ സീറ്റിൽ നിന്ന് വെളിയിലേക്ക് വലിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ കൊങ്ങായിക്ക് പിടിച്ച് നീ ചാവട്ടറ, നിന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നീ ചാവട്ടെ എന്ന് പറഞ്ഞ് എന്നെ കൊങ്ങായിക്ക് പിടിച്ച് എന്നെ ശ്വാസം പൊട്ടിച്ചു. ഇവരൊരു 4-5 പേര് മാത്രമായിരുന്നില്ല, ഒരു 50 പേരുടെ ഒരു ആൾക്കൂട്ടമായിരുന്നു, കൊല്ലാനായിരുന്നു. അതിനകത്ത് ഒരു സംശയം എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവർ അതിനുള്ള കരുതലോടെയാണ് വന്നിരുന്നത്. കൃത്യമായ പദ്ധതി അവർക്കുണ്ടായിരുന്നു. അവൻ വലിച്ച ആൾക്കൂട്ടത്തിലിട്ട് കൊല്ലുക എന്ന ഉദ്ദേശമായിരുന്നു. മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് എന്ന് പറഞ്ഞ 2 പേരും, ഈ 2 പേരെ കൃത്യമായി എനിക്കറിയാം. ഈ 2 പേരുമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അവരും അവരുടെ ഒരു സംഘവും കൂടെ CPMൻ്റെ നിർദ്ദേശപ്രകാരം, കാരണം ഇവരുടെ ഒരാൾക്കൂട്ടം നിർദ്ദേശമുണ്ടല്ലോ, അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല, ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. എന്നോട് നേരത്തെ പറഞ്ഞത് മുതിർന്ന മുറ്റിയ മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയ പ്രതിപക്ഷത്ത് നിന്ന് ഭരണമാറ്റത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി വായ തുറക്കുന്നു എന്നുള്ളതാണ് അയാളുടെ അവകാശവാദം. വലിയ സംഗതികളൊന്നുമില്ല. ഏതൊരു ഭരണം വന്നാലും താഴെ ഇറക്കാനായിട്ട് എപ്പോഴും ഒരു സൈഡിൽ ശക്തരായിട്ടുള്ള പ്രതിയോഗികളുണ്ടാവും. അവർക്ക് ഒപ്പം നിന്നിട്ട് അവർക്ക് അങ്ങോട്ട് സ്തുതി പാടുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് പാദസേവ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള തടയലുകൾ തടയും. ഇപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യത്ത് അവരുടെ കൂടെ നിന്ന് കളസം താങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പണി എന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന മുതിർന്ന മുറ്റിയ മാധ്യമ കിഴവൻ മാത്രമാണ് ഈ മറുനാടൻ ഷാജൻ. CPIM ഭീകരതയാണ്, മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഭരണകൂടത്തിൻ്റെ കടന്നുകയറ്റമാണ് എന്നൊക്കെ ഈ പറയുന്ന ഒരു മടിയുമില്ലാത്ത കള്ളം പറയുന്ന മുതിർന്നു മുറ്റിയ മാധ്യമപ്രവർത്തകൻ മുഴുവൻ മാധ്യമങ്ങളോടും വിളിച്ചു പറയുന്നു. എന്താണ് മടി, എന്താണ് നാണക്കേട്? വ്യാജ വാർത്ത പടച്ചു വിട്ടതിന് ആ ഒരു വാർത്തയ്ക്ക് ഇരയായിട്ടുള്ളവൻ ചെകിട്ടത്തടിച്ചതാണെന്ന് തുറന്നു പറയാനായിട്ടുള്ള അന്തസ്സും കുറച്ചെങ്കിലും മിനിമം ബലവും വേണം. അതില്ല. അതുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ മറുനാടൻ ഷാജൻ ഇപ്പോഴുള്ള മറുനാടൻ ഷാജനാവത്തില്ലായിരുന്നു. ബലമില്ലാതെ പലയിടത്തോട്ടും വളഞ്ഞു നിന്നതിനും താഴ്ന്നു നിന്നതിനും കുനിഞ്ഞു നിന്നതിനും ഒക്കെയുള്ള പ്രതിഫലമാണ് ഇപ്പോൾ ഈ വാഴ്ത്തിപ്പാടുന്ന ഇയാളുടെ ചുറ്റിലുമുള്ള ആ ഒരു വലിയ സ്തുതിപാഠകരൊക്കെ. മാധ്യമങ്ങൾ, കുറേയധികം സമാന്തര മാധ്യമ പ്രവർത്തകർ, ഇവർക്കൊന്നും കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ധാരണയുമില്ലെന്നും വെറുതെ ഓൺലൈനിൽ കാണുന്ന എന്തെങ്കിലും സാധനങ്ങളുടെ അടിസ്ഥാനത്തിൽ വെറുതെ നിരീക്ഷണങ്ങൾ അടിച്ചുവിടുന്ന ടീമുകളാണ് എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കി തരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CPIM ഭീകരത, പിണറായി ഭീകരത എന്നൊക്കെ തട്ടിവിട്ടാലേ സംഘികൾ തന്നെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ വ്യാജ വാർത്ത പടച്ചു വിട്ടതിന്, അതും ഭാര്യ മരിച്ച വേദനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഭർത്താവിനെതിരെ വ്യാജ വാർത്ത പടച്ചു വിട്ടതിനാണ് തനിക്ക് അടി കിട്ടിയത് എന്ന് പറഞ്ഞാൽ അത് ഈ സംഖ്യകളിൽ പല ആളുകളും വീണ്ടും ഒന്ന് ചിന്തിക്കാനായിട്ടുള്ള കാരണമാകും. അതുകൊണ്ട് താനത് പറയില്ല, തനിക്കത് വലിയ മോശമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മോശമുള്ള ആൾക്കാർ കുറച്ചും കൂടെ കയ്യിലിരിപ്പ് നന്നാക്കണം. അല്ലാതെ ഈ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ വെറുതെ കരക്കമ്പി അടിച്ചു വിടുന്ന വെറും കിഴവൻ മാധ്യമപ്രവർത്തനായിട്ട് മാറരുത്. ആളുകൾ അടിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾ ഒരു കഴിവുകേടാണ്. ഈ മാധ്യമ ഭീകരതയ്ക്ക് കൂച്ചുവലം കെടാനായിട്ടൊന്നും ഇവിടെയുള്ള ഒരു പോലീസിനും കൊണ്ടും പറ്റത്തില്ല. കാരണം ഇവനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റേ കാർഡ് ഇറക്കും. ഞാൻ ഒരു സംഖ്യ അനുകൂലി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനൊരു കോൺഗ്രസ് അനുകൂലി ആയതുകൊണ്ടാണ് ഈ ഭരണകൂടം എനിക്കെതിരെ തിരിയുന്നത്. മാധ്യമപ്രവർത്തകർക്ക്, ഇങ്ങനെയുള്ള ചീഞ്ഞു നാറുന്ന വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള കാർഡുകൾ. എത്ര തവണ എവിടെ വെച്ച് എന്തിനൊക്കെ ഇതുപോലുള്ള മാധ്യമ ഭീകരതയ്ക്കെതിരെ, കടന്നുകയറ്റത്തിനെതിരെ ആര് പ്രതികരിച്ചാലും ഈ പറയുന്ന ടീംസൊക്കെ പിണറായി വിരുദ്ധതയും CPIMൻ്റെ കാർഡും ഒക്കെ എടുത്തങ്ങോട്ട് ഇറക്കും. ഇവനെയൊക്കെ താങ്ങാനായിട്ട് കുറേയധികം ആളുകളുണ്ടല്ലോ. മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന ചെറുപ്പക്കാരനും അവൻ്റെ സാഹചര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ തേവര കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങുന്ന സമയത്താണ് മാത്യൂസ് കൊല്ലപ്പള്ളി അവിടെ ജോയിൻ ചെയ്യുന്നത്. ആദ്യം KSUകാരനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് SFIയിലേക്ക് മാറുന്നു. എന്തൊക്കെയാണെങ്കിലും അവിടെയുള്ള കുട്ടികൾക്ക് സുപരിചിതനായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഇതിനുശേഷം ഇവൻ്റെ ഒരു പ്രണയം വിവാഹത്തിലേക്ക് കിടക്കുന്നു. പ്രണയം എന്നൊക്കെ പറയുന്നത് +2 തൊട്ടുള്ള ഒരു പ്രണയമാണ്. ആ ഒരു പെൺകുട്ടിക്ക് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, വിഷാദ രോഗത്തിന് അടിമയായിരുന്നു. വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അച്ഛൻ്റെ മരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ടായിരിക്കാം, ഇടയ്ക്കൊക്കെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്ന, കൂട്ടുകാർക്കടക്കം നേരിട്ടറിയാവുന്ന ഒരു പെൺകുട്ടിയാണിത്. അപ്പോൾ ഈ പെൺകുട്ടി വിവാഹത്തിന് ശേഷം 2 മാസത്തിന് ശേഷം കണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മഞ്ഞ മാധ്യമങ്ങൾ അവരുടെ ഒരു രീതികൾ അനുസരിച്ചിട്ട്, മുന്നേ ഉള്ള കേസുകളിലേക്ക് ഒരു രീതികൾ അനുസരിച്ചിട്ട് ഭർത്താവിനെതിരെ തിരിയും. പലപ്പോഴും ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഡൗട്ടിന് ഇടം കൊടുക്കുകയും ചെയ്യാം. പക്ഷേ യാതൊരുവിധ തെളിവില്ലാതെ ഈ പയ്യൻ SFIക്കാരനായതുകൊണ്ട്, ഈ പയ്യൻ്റെ പാർട്ടി അനുഭവം എന്നീ കാരണങ്ങൾ കൊണ്ട് ഇയാൾ ഈ പയ്യനെ അങ്ങ് ടാർഗറ്റ് ചെയ്തു. മാധ്യമ കാരണവരല്ലേ, കരക്കമ്പി അടിക്കുന്നവനല്ലേ. അയാൾ നോക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ 1-2 അടിപിടി കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ട്. കോളേജിലൊക്കെ പോകുന്ന പിള്ളേർ പാർട്ടിയിലൊക്കെ സജീവമാകുന്ന സമയത്ത് ഇത്തിരി തിളപ്പുകൊണ്ട് ചില പരിപാടികളൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതേപോലെ നാട്ടുകാർക്കൊക്കെ
അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള കരക്കമ്പി അടിക്കുന്ന ഇതുപോലുള്ള കളവന്മാർക്ക് ഏതെങ്കിലും ചെറുപ്പക്കാരെ താല്പര്യമുണ്ടോ? അപ്പോൾ നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള ഒരു ന്യൂസ് പൊതുവെ ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ തന്നെ ഇയാളങ്ങ് വാർത്ത പടച്ചു വിട്ടു. ആരൊക്കെയോ പറഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ പെൺകുട്ടിയുടെ മരണത്തിൽ ഭർത്താവായിട്ടുള്ള മാത്യൂസ് കൊല്ലപ്പള്ളി കാരണക്കാരനാണ്. ഈ കേസിൽ നിന്നിട്ട് ഇങ്ങനൊരു ആരോപണത്തിൽ നിന്ന് ഈ പയ്യൻ എങ്ങനെ രക്ഷപ്പെട്ടത്? ആ ഒരു കഥ മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇയാൾക്ക് കിട്ടിയ അടി ഇത് പോരാ എന്നുള്ളത് തോന്നത്തുള്ളൂ. ഈ ചെറുപ്പക്കാരന് ഈ പെൺകുട്ടിയുടെ രോഗത്തെക്കുറിച്ചിട്ട് അറിയായിരുന്നു. കൂട്ടുകാർ പലരും ഇയാളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്തൊക്കെ അയാളുടെ ആ ഒരു സ്നേഹം കൊണ്ട്, അയാളുടെ പ്രണയം കൊണ്ട് ആ പെൺകുട്ടിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. കോവിഡിന്റെ സമയത്തൊക്കെ അയാളെടുത്ത ചലഞ്ചുകളൊക്കെ നമുക്ക് നേരിട്ടറിയാവുന്നതാണ്. കൂടെ നിന്ന് മെന്റലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അതിൻ്റെയൊക്കെ രേഖകളൊക്കെ വെച്ചിട്ടാണ് ഈ പോലീസിന്റെ സംശയത്തിൽ നിന്നിട്ട് ഇയാൾ രക്ഷപ്പെടുന്നത്. അല്ലാതെ ഒരു പാർട്ടിയും ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ഒരു വേദനയിൽ ആ പെൺകുട്ടി മരിച്ചതിൻ്റെ പിറ്റേന്നാണ് ഇയാൾ ഈ വ്യാജ വാർത്ത പടച്ചുവിടുന്നത്. ഇവർ ഇത്ര കാലങ്ങളോളം പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളാണ്. പ്രണയിക്കുന്ന സമയത്ത് അവരുടെ കുടുംബത്തിന്, പെൺകുട്ടിയുടെ കുടുംബത്തിന് ഈ ചെറുപ്പക്കാരനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പെൺകുട്ടിയുടെ ഒറ്റ നിർബന്ധത്തിലാണ് വിവാഹമൊക്കെ നടക്കുന്നത്. ആ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് ആ ഒരു പെൺകുട്ടിക്ക് അറിയായിരുന്നു. അയാളുടെ കോളേജ് കാലവും അയാളുടെ സ്വഭാവവും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയായിരുന്നു. ഈ പെൺകുട്ടിയെ നേരിട്ടറിയാവുന്ന ഇദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും ബാക്കിയുള്ള ആളുകൾക്കും, നാട്ടുകാർക്ക് എങ്ങനെ അറിയാം? നാട്ടുകാരോട് പറയൂ വിഷാദ രോഗത്തിന്റെ കാര്യമൊക്കെ. ബാക്കിയുള്ള ആളുകൾക്കും അറിയാം ഈ പെൺകുട്ടിയുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. വിവാഹത്തിന് ശേഷം നമ്മുടെ ചില സുഹൃത്തുക്കൾ ആ ഒരു വീട്ടിലേക്ക് പോയ സമയത്ത് ഈ പെൺകുട്ടി വഴിയിൽ കൂടെ ഇറങ്ങി നടക്കുന്നു, സൂയിസൈഡ് ടെൻഡൻസി, സ്പീഡിൽ വരുന്ന വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് മരിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് നമ്മളുടെയൊക്കെ സർക്കിളുകളിൽ ആളുകൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ചെറുപ്പക്കാരൻ്റെ വേദന ഒന്ന് ആലോചിച്ച് നോക്കുക. അവൻ എന്തും ആയിക്കോട്ടെ, ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, എത്ര ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരനായിക്കോട്ടെ, നാട്ടുകാർക്ക് അത്ര ഇഷ്ടമില്ലാത്തവനായിക്കോട്ടെ, പക്ഷേ ഒരു പയ്യനല്ലേ, അവനൊരു ഭാവി ഉള്ളതല്ലേ. ആ ഒരു മരണത്തിൽ ഇവനെ കൊലപാതകമായിട്ടൊക്കെ ചിത്രീകരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ട പരിപാടിയല്ലേ. അതിന് അടി വാങ്ങിച്ചിട്ട്, അവൻ്റെ വേദനയിൽ നിന്നിട്ട് അടി വാങ്ങിച്ചിട്ട് CPM ഭീകരത എന്നൊക്കെ പറയാനായിട്ട് തനിക്ക് നാണം ഉണ്ടോ കിഴവ? മഞ്ഞ മാധ്യമ ഭീകരത എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള സംഭവമല്ല. ഏതെങ്കിലും ഒരു വലിയ മാധ്യമ സ്ഥാപനത്തിന് ക്രെഡിബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അവർക്ക് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും ഏതെങ്കിലുമൊക്കെ വാർത്തകളുടെ കാര്യത്തിൽ. പക്ഷേ ഇവറ്റകൾക്ക് അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. ഏതെങ്കിലും ഒരുത്തനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കും. ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേന് മോങ്ങിക്കരയും, വഴി കിടന്ന് മോങ്ങിക്കരയും. പിണറായി ഭീകരത, CPM ഭീകരത എന്നൊക്കെ പറയുന്നത്. ഭരണപക്ഷത്ത് ആരാണോ ഇരിക്കുന്നത് അവർക്കെതിരെ വാർത്തകൾ പടച്ചു വിട്ട് കഴിഞ്ഞാൽ ഈസിയാണ്, എല്ലാ കാര്യങ്ങളെയും പ്രതിരോധിക്കാൻ പറ്റുമല്ലോ. പോലീസ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരവാദം അങ്ങോട്ട് മുഴക്കും. വ്യാജ വാർത്ത പടച്ചു വിടുന്ന മഞ്ഞ മാധ്യമ പ്രവർത്തകന് ഇത്ര ഇരവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാൾ പക വീട്ടാൻ വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ മാത്യൂസിനെതിരെ വാർത്തകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ ഒരു വാർത്തയിൽ ആരോപിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രൂഫ് ഉണ്ടോ? പോലീസ് ഈ ഒരു ചെറുപ്പക്കാരനെ വെറുതെ വിട്ടിട്ടും പോലീസിന്റെ അന്വേഷണം മോശമാണ് എന്നുള്ള ഒരൊറ്റ ഡയലോഗ് അടിച്ചാൽ മതി ഇതുപോലുള്ള മഞ്ഞകൾക്ക്. +2 തുടങ്ങിയ പ്രണയം KSUക്കാരനായ കാമുകൻ SFIയിലേക്കും അതുവഴി DYFIയിലേക്കും സജീവമായി, സ്വന്തമാക്കിയത് ബാർ അടിച്ചതടക്കം നിരവധി കേസുകൾ. എന്നിട്ടും പ്രണയത്തിനൊപ്പം നിന്ന കാമുകി താലുകെട്ടിന് ശേഷം അറിഞ്ഞത് ഭർത്താവിന്റെ തനിനിറം. ഈ ഭർത്താവിന്റെ തനിനിറം അറിഞ്ഞു എന്നുള്ളത് നീ എവിടുന്നാണ് കണ്ടുപിടിച്ചത് റിപ്പോർട്ടറെ? ഷാജൻ പറഞ്ഞാണോ അങ്ങനെ കൊടുത്താൽ മതിയെന്ന്? നിനക്കൊക്കെ നാണമുണ്ടോ? വല്ല അന്തസ്സുള്ള പണി ചെയ്ത് ജീവിക്കടാ. ഇതിൻ്റെ താഴെ 2 മാസത്തിനുള്ളിൽ തൂങ്ങി മരണം, അനുഷ ജോർജും ഭർത്തൃപീഡനത്തിന്റെ എന്ത് തെളിവാണ് നിന്റെ ഉള്ളത്? ഒരു DYFIക്കാരനാണ് അല്ലെങ്കിൽ നിന്നെ താങ്ങുന്ന ആളല്ല എന്നതുകൊണ്ട് വെറുതെ അവനെതിരെ വാർത്ത കൊടുക്കാനായിട്ട് എന്ത് അടിസ്ഥാനമാണ് നിനക്കുള്ളത്? നവവധുവിനെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് 2022 ഒക്ടോബറിലായിരുന്നു. കുന്നം കൊല്ലപ്പള്ളി മാത്യൂസ് K സാബുവിന്റെ ഭാര്യ അനുഷ 24 അന്ന് മരിച്ചത്. രാവിലെ 9 മണിയോടെയാണ് അനുഷയെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇത് കൊലപാതകമാണെന്ന സംശയം ഉയർന്നിരുന്നു. സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സംശയം വെച്ചുകൊണ്ട് ഒരാളെ സമൂഹത്തിൽ ക്രിമിനലായിട്ട് ചിത്രീകരിക്കാതിരിക്കുക എന്നുള്ള മിനിമം കോമൺ സെൻസ് ബാക്കിയുള്ള ആളുകൾക്കുണ്ട്, മറുനാടനെ പോലെയുള്ള മഞ്ഞകൾക്കില്ല. അനുഷ മരിച്ചെന്ന് കണ്ടെത്തിയ സമയം ഭർത്താവിൻ്റെ അമ്മയും സഹോദരിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഉടനെ തന്നെ മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർ ജോർജിൻ്റെയും എബിയുടെയും മകളായിരുന്നു. ഓഗസ്റ്റ് 18 അനുഷയുടെയും മാത്യൂസിന്റെ വിവാഹം പ്രണയവിവാഹമായിരുന്നു. പെൺകുട്ടി വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു എന്നാണ് ഭർത്താവിന്റെ ബന്ധുക്കൾ പറഞ്ഞത്. ഇത് പോലീസ് മുഖവിലക്കെടുത്തു. കല്യാണം കഴിഞ്ഞ് 2 മാസത്തിനകമുള്ള ആത്മഹത്യ. അതിൽ മതിയായ അന്വേഷണം പോലീസ് നടത്തിയതുമില്ല. പെൺകുട്ടി വിഷാദ രോഗത്തിന് അടിമയായിരുന്നു എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ തനിക്കെന്താണ് പ്രശ്നം? വെറുതെ ഒരു സീരീസ് ഓഫ് വാർത്തകൾ പടച്ചു വിടാനായിട്ട് പറ്റത്തില്ലല്ലോ. ഇതിൻ്റെ പിറകെ അങ്ങോട്ട് തൂങ്ങാമല്ലോ. ഏതെങ്കിലും ഒരുത്തൻ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം നശിക്കുകയോ ചെയ്താൽ തനിക്കെന്താണ്? താനൊക്കെ ഈ ആളുകളുടെ മുമ്പിൽ വലിയ സദാചാരം പറഞ്ഞ് വലിയ മാന്യത ചമഞ്ഞ് എത്ര കാലം മുന്നോട്ടേക്ക് പോകും? നമുക്ക് വലിയ കുടുംബവും സാഹചര്യങ്ങളും ഒക്കെ ആളുകളുടെ ഈ ഒരു വേദനകൾ, അവരുടെ ആ ഒരു ശാപങ്ങൾ
ഇതെല്ലാം ഒരു നെഗറ്റീവായിട്ടെങ്കിലും തൻ്റെ ജീവിതത്തെ സ്വാധീനിക്കത്തില്ലേ? വധുവിനെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദ അന്വേഷണത്തിന് ശേഷം ഭർത്താവിനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പോലീസ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. വിശദ അന്വേഷണത്തിന് ശേഷം അവർക്ക് പ്രതിയാക്കേണ്ട എന്ന് തോന്നി. അതിലെന്താണ് അംഗീകരിക്കാൻ അത്ര ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, എന്ത് കാരണത്താലാണ് പ്രതിയാക്കാതിരുന്നത്? അതിനവർ കാരണങ്ങൾ നിരത്തിയല്ലോ. അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ചെറുപ്പക്കാരനോടുള്ള പക. 2022 ഓഗസ്റ്റ് 18-നായിരുന്നു അനുഷയുടെയും മാത്യൂസിൻ്റെ വിവാഹം. വിവാഹം കഴിഞ്ഞ് 2 മാസം തികയും മുമ്പേ അനുഷ ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് കുടുംബം ചോദിച്ചിരുന്നു. എന്തിനാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നിരത്തിയില്ലേ? കുടുംബത്തിലെ സാഹചര്യങ്ങളും വിഷാദ രോഗത്തിന്റെ കാര്യങ്ങളൊക്കെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകൾക്ക് അറിയാവുന്നതായിരുന്നില്ലേ? പ്രണയവിവാഹമായിരുന്നിട്ട് കൂടി അനുഷയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം പോലീസും കണ്ടെത്തിയില്ല. മരണ ദിവസം രാത്രി 8 മണിയോടെ ഭർത്താവ് പുറത്തേക്ക് പോയിരുന്നു. ഈ സമയം ഉണ്ടായ വഴക്കാണ് ആത്മഹത്യക്ക് കാരണമായെന്നും സൂചനയുണ്ട്. പ്രണയവിവാഹമാണ്. മാത്യൂസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ നിലവിലത്തെ പ്രൊഫൈലിൽ ചിലപ്പോൾ അവർക്ക് അതൃപ്തികൾ ഉണ്ടായിരുന്നായിരിക്കാം. അതൊക്കെ നമുക്ക് ന്യായമായിട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു ചെറുപ്പക്കാരൻ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നൊക്കെ വെറുതെ ഇങ്ങനെ ഊഹാപോഹ അടിച്ചുവിടാൻ വേണ്ടി, അങ്ങനെ ഒരു സാധ്യതയെ പരിഗണിക്കണമെന്നൊക്കെ പറയാൻ വേണ്ടി എത്ര മനസാക്ഷിയില്ലാത്ത ആളുകളാണ് ഈ മാധ്യമപ്രവർത്തകർ, ഇവൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെയുള്ളൊരു വാർത്ത പടച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ അതിനകത്ത് റോളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അവൻ ജെനുവിനായിട്ട് ആ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് ദേഷ്യം വരുമോ ഇല്ലയോ? അവൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്ന സമയത്ത് അവന് ദേഷ്യം വരുമോ ഇല്ലയോ? ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. നിയമവിധേയമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ മാധ്യമ ഭീകരതയ്ക്കെതിരെ. അതുകൊണ്ട് സ്വന്തം ജീവിതം പണയം വെച്ചിട്ട് ഇവനെയൊക്കെ അടിക്കുകയോ കൊല്ലുകയൊക്കെ ചെയ്യാനായിട്ട് വരെ ആളുകൾക്ക് തോന്നാം. നിയമത്തിൻ്റെ കണ്ണിൽ മാത്യൂസ് കുറ്റക്കാരനാണ്. പണ്ടത്തേതുപോലെ വെറുതെ ആരോപണമല്ല, തല്ലിയിട്ടാണ്. അവൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അനുഭവിച്ചോളും, കുഴപ്പമൊന്നുമില്ല. വെറുതെ ഇവനെ പോലുള്ളവന്മാരുടെ ഭീകരതയ്ക്ക് മുന്നിൽ വീണ് കിടന്ന് അനുഭവിക്കുന്നതിനേക്കാളും നല്ലതാണ് 2 കൊടുത്തിട്ട് അകത്ത് പോയി കിടക്കുന്നത്. ഇപ്പോൾ പോലീസിന് ന്യായമായിട്ടുള്ള തെളിവുകളുണ്ട്, അറസ്റ്റ് ചെയ്യാം, നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകാം. പക്ഷേ ഇവറ്റകൾ, ഈ മാധ്യമ കിഴവന്മാർ, ഇവറ്റകളെ കൊണ്ട് വലിയ ശല്യമാണ്. ഇവറ്റകൾ നമ്മുടെ ജീവിതത്തിലും കടന്നു കയറും. ഇപ്പം നാളെ എന്തെങ്കിലും ഒരു സാഹചര്യം എനിക്ക് പ്രതികൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവനൊക്കെ വെച്ചേക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇവനൊക്കെ നമ്മൾ പേടിക്കണം. ഇവനൊക്കെ പിണക്കാനായിട്ട് നമ്മൾ പേടിക്കണം. ആ ഒരു സാഹചര്യം നമ്മുടെ നാടിൻ്റെ ഒരു ഗതികേടാണ്. ആ ഒരു ഗതികേടിനെതിരെ എന്തെങ്കിലുമൊക്കെ ആളുകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇവറ്റകളെയൊക്കെ വളർത്തുന്ന ആ ഒരു സാഹചര്യം ബോധപൂർവ്വം നിങ്ങൾ അവോയ്ഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എനിക്കോ നിങ്ങൾക്കോ ആർക്കോ വേണമെങ്കിലും ഇവൻ്റെയൊക്കെ ആക്രമണം നേരിടേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.